ഒരു 21-കാരൻ്റെ നേതൃത്വത്തിലാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത്. കാരണം ഓൺലൈൻ തട്ടിപ്പുകൾ ഇങ്ങനെ പെരുകുന്നു. അതിനിടയിലാണ് ഒരു ആപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നേരത്തെ നടന്നിരുന്നു. പക്ഷേ ഇത് ടെലഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നു. ആ വെബ്സൈറ്റിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ആദ്യം അതിൻ്റെ വർക്ക് ഓർഡർ നൽകുന്നതിന് വേണ്ടിയുള്ള പണം നൽകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പണം ശേഖരിച്ച് 32 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായാണ് കോഴിക്കോട് സൈബർ സ്റ്റേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല വിവിധ അക്കൗണ്ടിലേക്ക്, ഇതിൻ്റെ നെറ്റ്വർക്ക് വളരെ വലുതാണ് എന്നുള്ളതിൻ്റെ തെളിവ്, ഇതിൽ നിന്നും 4.5 ലക്ഷത്തോളം രൂപ ഈ അഫ്താഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും പോയത് മുംബൈയിലേക്കാണ്. മുംബൈയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ, ദേശസാൽകൃത ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. മറ്റൊന്ന് കുന്ദമംഗലത്തെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക്, സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 7.5 ലക്ഷത്തോളം രൂപ പോകുന്നു. 32 ലക്ഷത്തിൻ്റെ തട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയതാണ്. ഇനി ഇതിൻ്റെ തുടരന്വേഷണങ്ങൾ നടക്കും. ഇതിലിപ്പോൾ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോഴും തുടരുക തന്നെയാണ് എന്നുള്ളതാണ് ഇത് നൽകുന്നത്. കാരണം വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നു മലയാളികൾ വീണ്ടും വീണ്ടും എന്നുള്ളതാണ്. നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ ഇത് അവസാനത്തെ തട്ടിപ്പാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ എന്നാൽ ഈ തട്ടിപ്പുകൾ കൂടുകയാണ്. അതിലൊരു 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ, മട്ടാഞ്ചേരിക്കാരൻ, കോഴിക്കോടുള്ളവരെ വരെ വലയിൽ വിരിച്ചുകൊണ്ട് വലിയ ഒരു തട്ടിപ്പ്, 32 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ നെറ്റ്വർക്കിൻ്റെ ആഴം വലുതാണ് എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് സൈബർ സ്റ്റേഷൻ IP ആകേഷിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ അന്വേഷണം നടന്നത്. DCP അരുൺ കെ പവിത്രൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ കേസ്. ഏതായാലും ഇതിന് വലിയ നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്നത്. പ്രജിൻ.